നമുക്കെല്ലാവർക്കും തന്നെ പല വിധത്തിലുള്ള ആഗ്രഹങ്ങളും ലക്ഷ്യങ്ങളും എല്ലാം ഉണ്ടായിരിക്കും. എന്നിട്ടും നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ എന്തുകൊണ്ടാണ് നിങ്ങളുടെ ലൈഫിലേക്ക് വരാത്തത്? നിങ്ങൾ എടുക്കാത്ത ആക്ഷൻസ് കൊണ്ടാണോ? അതല്ല നിങ്ങൾക്ക് വ്യക്തമായിട്ടുള്ള ഗോൾ ഇല്ലാത്തതുകൊണ്ടോ? എന്തുകൊണ്ടാണ്? ഈ ഒരു 2025ലും ഒഴുക്കിനനുസരിച്ച് നീങ്ങാമെന്ന മട്ടിലാണോ നിങ്ങൾ ഇരിക്കുന്നത്? അങ്ങനെയാണെങ്കിൽ ഇന്നു മുതൽ ഒരു മാറ്റത്തിന് തയ്യാറാവുക. 2025 മുതൽ അടുത്തൊരു 5 വർഷത്തിനുള്ളിൽ നേടിയെടുക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാവുന്നതാണ്. ആ ഒരു കാര്യം കൃത്യമായിട്ട് തയ്യാറാക്കാവുന്നതാണ്. നിങ്ങൾ നിങ്ങളുടെ വ്യക്തമായിട്ടുള്ള ഗോൾ സെറ്റ് ചെയ്യുന്നതിനായിട്ട് ഒരു പെന്നും പേപ്പറും എടുക്കുക. എന്നിട്ട് നിങ്ങൾക്ക് വേണ്ടുവോളം ടൈം എടുത്തതിന് ശേഷം നിങ്ങൾ ആഗ്രഹിക്കുന്ന നേടണമെന്ന് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ, നിങ്ങളുടെ ലക്ഷ്യങ്ങൾ, ആ കാര്യങ്ങളെ എല്ലാം ലിസ്റ്റ് ചെയ്യുക. എത്ര ആഗ്രഹങ്ങളുണ്ടോ ആ കാര്യങ്ങളെ എല്ലാം നിങ്ങൾ മുഴുവനായി തന്നെ എഴുതി തയ്യാറാക്കുക. എഴുതിയിരിക്കുന്ന ഒരുപാട് കാര്യങ്ങളിൽ നിന്നും നിങ്ങൾക്ക് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ എടുക്കുക. നിങ്ങൾ ആഗ്രഹിക്കുന്ന ലക്ഷ്യങ്ങളിൽ നിന്നും ഈ ഒരു വർഷമോ അല്ലെങ്കിൽ ഷോർട്ടായിട്ടോ ലോങ് ടേം ആയിട്ടോ നിങ്ങൾ നേടണമെന്ന് ആഗ്രഹിക്കുന്ന ലക്ഷ്യങ്ങളുടെ ലിസ്റ്റ് എടുക്കുക. ഇങ്ങനെ ലിസ്റ്റ് ചെയ്തിട്ടുള്ള ഈ ഒരു ഗോൾസിൽ നിന്ന്, നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നുന്ന 4 മുതൽ 5 കാര്യങ്ങൾ വരെ സെലക്ട് ചെയ്യുക. അതിൽ നിങ്ങൾ ഓരോ കാര്യങ്ങളിലേക്കും ഫോക്കസ് ചെയ്യുന്നതിന് പകരം ആദ്യം ഒരു കാര്യം നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് ഫോക്കസ് ചെയ്യുക. ആദ്യം ഒരു ലക്ഷ്യമാണ് അതിൽ ഏറ്റവും ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന, നിങ്ങൾ വളരെയധികം ആഗ്രഹിക്കുന്ന ആ ഒരു കാര്യം ഏതാണ് എന്ന് ഐഡൻറ്റിഫൈ ചെയ്യുക. അതിനുശേഷം ആ ഒരു ലക്ഷ്യം നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് എന്തൊക്കെ ചെയ്യണമെന്ന് ചിന്തിക്കുക. ഒരു സമയത്ത് ഒരു കാര്യത്തിലേക്ക് മാത്രം ഫോക്കസ് ചെയ്യാൻ ശ്രമിക്കുക. എന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ ഒരു കാര്യത്തിലേക്ക് ഫോക്കസ് ചെയ്യുകയാണെങ്കിൽ ആ ഒരു ഊർജ്ജം ഫുള്ള് ആ ഒരു കാര്യത്തിൽ തന്നെ ഇൻവെസ്റ്റ് ചെയ്യാനും നമ്മൾക്ക് അതിൻ്റെ റിസൾട്ട് നല്ല രീതിയിൽ ഒരു ഔട്ട്പുട്ട് കിട്ടുന്നതിനും വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു ലക്ഷ്യം നേടിയെടുത്തതിന് ശേഷം അടുത്ത ഒരു ലക്ഷ്യം ക്രിയേറ്റ് ചെയ്യുകയും ആ ഒരു കാര്യം വളരെ വേഗത്തിൽ നേടിയെടുക്കാൻ വേണ്ടിയിട്ടാണ്. അത് ഏതൊരു വിധത്തിലുള്ള ഒരു ലക്ഷ്യവുമാകാം. നിങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്ത ആ ഒരു ലക്ഷ്യം നിങ്ങൾ സെലക്ട് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് അത് നേടിയെടുക്കാൻ പറ്റുന്നതാണോ നേടിയെടുക്കാൻ പറ്റാത്തതാണോ എന്ന് പരിശോധിക്കണം. ഒരു ലക്ഷ്യം നാം സജ്ജീകരിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു ലക്ഷ്യം നേടിയെടുക്കാൻ വേണ്ടിയിട്ട് കഠിനമായിട്ട് നമ്മൾ പ്രയത്നിക്കാൻ തയ്യാറാവണം. അല്ലാതെ നമ്മൾ കഠിനമായി പ്രയത്നിക്കാതിരുന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് റിസൾട്ട് കിട്ടില്ല. അത് നിങ്ങൾക്കും അറിയാവുന്ന കാര്യമാണ്. എന്നാൽ നിങ്ങൾക്ക് ആ ഒരു ലക്ഷ്യം സജ്ജീകരിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നേടാൻ നിങ്ങളെക്കൊണ്ട് പറ്റുന്നതാണോ അല്ല പറ്റാത്തതാണോ എന്ന് പരിശോധിക്കണം. അത് നേടാൻ സാധിക്കുന്ന പോസിബിളുള്ള ആയിട്ടുള്ള കാര്യങ്ങളിൽ മാത്രം നിങ്ങൾ ഗോൾ സെറ്റ് ചെയ്യുക. നേടാൻ കഴിയാത്തതോ അല്ലെങ്കിൽ എന്നെക്കൊണ്ട് സാധിക്കില്ല എന്ന് 100% ഉറപ്പോ ചാൻസസോ ഇല്ലാത്ത മേഖലകളിൽ ഗോൾ സെറ്റ് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. ഇതുപോലെ പോസിബിൾ ആയിട്ടുള്ള കാര്യങ്ങളിൽ വ്യക്തമായിട്ടുള്ള ക്ലിയർ ആയിട്ടുള്ള ഒരു ഗോൾ സെറ്റ് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ സെറ്റ് ചെയ്തിരിക്കുന്ന കാര്യം 100% ബിലീവ് ചെയ്യാൻ തയ്യാറാവുക. നിങ്ങളത് എനിക്ക് നേടിയെടുക്കാൻ പറ്റുന്നതാണ്, ഐ ക്യാൻ ഡു ഇറ്റ് എന്ന് നിങ്ങൾ ഉറപ്പിച്ച് മൈൻഡിൽ തറപ്പിച്ച് വെക്കുക. ആ ഒരു കാര്യം എനിക്ക് നേടിയെടുക്കാൻ പറ്റും എന്ന് 100% നിങ്ങൾ വിശ്വസിക്കണം. ഈ ഒരു പ്രവൃത്തിയിലേക്ക് ആക്ഷൻസ് എടുത്തുകൊണ്ട് പോകുന്ന സമയത്ത് നിങ്ങൾ ഡീമോട്ടിവേറ്റ് ആയിക്കൊണ്ടിരിക്കും. നിങ്ങൾ ഡീമോട്ടിവേറ്റ് ആയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങളെ തന്നെ മോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്റ്റോറീസോ അല്ലെങ്കിൽ നല്ല നല്ല ബുക്സൊക്കെ വായിച്ചുകൊണ്ട് നിങ്ങളെ തന്നെ മോട്ടിവേറ്റ് ചെയ്തിട്ട് നിങ്ങൾ ആ ഒരു ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരുക. ഒരു ഗോള് സെറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ നിങ്ങളോട് തന്നെ ചോദിക്കേണ്ട ഒരു കാര്യമാണ്, എന്തുകൊണ്ട് നിങ്ങൾ ആ ഗോള് സെറ്റ് ചെയ്തു, അല്ലെങ്കിൽ എന്തുകൊണ്ട് നിങ്ങൾ ആ ഒരു ഗോള് നേടാൻ ആഗ്രഹിക്കുന്നു എന്ന് വ്യക്തമായിട്ട് എഴുതി തയ്യാറാക്കണം. നിങ്ങൾ ഒരു കാര്യം എഴുതി തയ്യാറാക്കുന്ന സമയത്ത് നിങ്ങളുടെ മൈൻഡിന് വ്യക്തമായിട്ടുള്ള ക്ലാരിറ്റി ഉണ്ടായിട്ടുണ്ടാവും. അതുകൊണ്ടാണ് നിങ്ങൾ ആ ഒരു കാര്യം നേടിയെടുക്കണമെന്ന് വിചാരിക്കുന്നത്. അത് ചിലപ്പോൾ നിങ്ങളുടെ ലൈഫിൽ വരുന്ന മാറ്റങ്ങളാകാം, അല്ലെങ്കിൽ അതിന് ആ ഒരു കാര്യം ലഭിച്ചതിന് ശേഷം ഉണ്ടാവുന്ന മാറ്റങ്ങളായിരിക്കാം, എന്ത് വിധത്തിലുമായിരിക്കാം. ആ ഒരു കാര്യം നിങ്ങൾക്ക് അവിടെ വ്യക്തമായിട്ട് എഴുതി തയ്യാറാക്കാവുന്നതാണ്. അതിനുശേഷം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, നിങ്ങൾ ഇപ്പോൾ എഴുതി തയ്യാറാക്കിയ ആ ഗോളിനെ നിങ്ങൾ വ്യക്തമായിട്ട് നല്ല വലുപ്പത്തിൽ ഒരു പേപ്പറിലോ അല്ലെങ്കിൽ നിങ്ങളെ അത് റിമൈൻ ചെയ്യുന്ന വിധത്തിൽ എവിടെയെങ്കിലും റൂമിലോ കാണുന്ന സ്ഥലങ്ങളിൽ അറ്റാച്ച് ചെയ്ത് വെക്കുക. കാരണം നിങ്ങളുടെ അറ്റൻഷൻ മറ്റ് ഗോളുകളിലേക്ക് പോകാതിരിക്കാനും മറ്റുള്ളവർ പറയുന്ന കാര്യങ്ങളുടെ പുറകാലെ പോകാതിരിക്കാനും വേണ്ടിയിട്ടാണ്. നിങ്ങളുടെ ലക്ഷ്യങ്ങളിലേക്ക് ഒരു കാര്യത്തിലേക്ക് ഫോക്കസ് ചെയ്തിട്ടുണ്ടെങ്കിൽ
ആ കാര്യത്തിൽ തന്നെ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യാനും നമ്മൾക്ക് റിസൾട്ട് കൊണ്ടുവരാനും കഴിയണം. ഒരു ഗോള് സെറ്റ് ചെയ്തത് കൊണ്ടോ വിഷൻ ബോർഡ് സെറ്റ് ചെയ്തത് കൊണ്ടോ മാത്രം നമ്മുടെ ലൈഫിൽ എല്ലാ കാര്യങ്ങളും നേടിയെടുക്കാൻ പറ്റില്ല. അതിന് പ്രധാനമായിട്ടും വേണ്ട കാര്യം ആക്ഷൻസും ആണ്. നമ്മൾ അതിന് വേണ്ടിയിട്ട് ഹാർഡ് വർക്ക് ചെയ്യാൻ കൂടി തയ്യാറാവണം. ഹാർഡ് വർക്ക് ചെയ്യുന്നതിനോടൊപ്പം തന്നെ വിഷ്വലൈസേഷനും വിഷൻ ബോർഡും അതുപോലെ തന്നെ ഇങ്ങനെ നമ്മൾ നിരന്തരമായിട്ട് നമ്മളെ തന്നെ ഓർമ്മിപ്പിക്കുന്ന ഈ ഒരു ഗോളും നമുക്ക് വളരെ എളുപ്പത്തിൽ നേടിയെടുക്കാൻ പറ്റും. ഒരു ഗോള് സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തുടക്കത്തിൽ തന്നെ ഒരുപാട് പ്രോബ്ലംസ് ഉണ്ടായിരിക്കും. അല്ലെങ്കിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ പല വിധത്തിലുള്ള ചലഞ്ചസും നിങ്ങൾക്ക് നേരിടാനുള്ള ചാൻസസ് ഉണ്ട്. അവിടെ എല്ലാം സ്റ്റക്കായി പോകാതെ ആ ഒരു സമയത്ത് നിങ്ങൾ അതിൽ നിന്നും പുറകോട്ട് പോകാതെ നിങ്ങൾ ആഗ്രഹിച്ച കാര്യം എന്ത് വന്നാലും ഞാനത് നേടിയെടുക്കുമെന്ന തീരുമാനത്തോടു കൂടെ തന്നെ അതിലേക്ക് ഫോക്കസ് ചെയ്യുക. എത്ര വലിയ പ്രോബ്ലംസ് വന്നിട്ടുണ്ടെങ്കിലും ഞാൻ അതിനെ ഫേസ് ചെയ്യും. ഇനി നിങ്ങൾ ഈ ഒരു ഗോൾ നേടിയെടുക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ഇനി ഇതിൽ നിങ്ങൾക്ക് വ്യക്തമായിട്ടുള്ള ഗോളുണ്ട്, പക്ഷെ നിങ്ങൾക്ക് സ്കില്ലുകളില്ല. നേടിയെടുക്കണമെന്ന് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നേടാൻ വേണ്ടിയിട്ട് പല കാര്യങ്ങളും ഞാൻ ഇമ്പ്രൂവ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അങ്ങനെയൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ആ സ്കില്ലുകൾ നേടിയെടുക്കാൻ സാധിക്കുന്നതാണ്. ഈ ഒരു ഗോൾ നേടിയെടുക്കാൻ നിങ്ങൾക്ക് നിങ്ങളെക്കൊണ്ട് മാത്രം പറ്റില്ല. ഇനി സഹായങ്ങൾ വേണമെങ്കിൽ ആ സഹായങ്ങൾ നിങ്ങൾ ചോദിക്കുക. അതിന് നല്ല രീതിയിൽ എക്സ്പേർട്ട് ആയിട്ടുള്ള ആളുകളോട് നിങ്ങൾക്ക് സഹായങ്ങൾ ചോദിക്കാവുന്നതാണ്. അതല്ലെങ്കിൽ നല്ല രീതിയിൽ സ്കില്ലുകളുള്ള ആളുകളാണെങ്കിൽ, ഇപ്പോൾ ബിസിനസ്സൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ തന്നെ, അല്ലെങ്കിൽ മറ്റു പല കാര്യങ്ങൾ ചെയ്യുന്നവർ മറ്റുള്ളവരുടെ സ്കില്ലുകൾ അവർ യൂസ് ചെയ്യും. മാൻ പവർ അവർ യൂസ് ചെയ്തുകൊണ്ട് അവർ കൂടുതലായിട്ടും അവരുടെ ലക്ഷ്യത്തിന് വേണ്ടി പ്രവർത്തിക്കുകയും അവരുടെ ലക്ഷ്യം അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ടീം തന്നെ കൂടെ ഉണ്ടാവുകയും ചെയ്യും. ഇങ്ങനെയൊക്കെ നിങ്ങൾ ചിന്തിക്കുകയാണെങ്കിൽ ആ ഒരു ലക്ഷ്യത്തിലേക്ക് നമുക്ക് വേഗത്തിൽ എത്തിച്ചേരാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ്. നിങ്ങളൊരു ഗോൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പലപ്പോഴും ഡീമോട്ടിവേറ്റ് ആയിക്കൊണ്ടേ ഇരിക്കുന്നുണ്ടാവും. ആ ഒരു സമയത്ത് അതിരാവിലെയും അതുപോലെ തന്നെ ബെഡിലേക്ക് പോകുന്നതിന് മുമ്പും വിഷ്വലൈസേഷൻ ചെയ്യുക. ആ ഒരു കാര്യം ദൃശ്യവൽക്കരിക്കുക. നിങ്ങൾ സക്സസ് ആയിക്കൊണ്ടിരിക്കുന്നത്, അതിൽ വലിയ വലിയ വിജയങ്ങൾ നേടുന്നത്, ആ ഒരു ഗോള് അച്ചീവ് ആയി കഴിയുമ്പോൾ നിങ്ങൾക്ക് ചുറ്റുമുള്ളവർ അതുപോലെ തന്നെ നിങ്ങൾക്ക് കിട്ടുന്ന ആ ഒരു മൊമെൻറ്റ്സ്, ആ ഒരു ഹാപ്പിനെസ് ആയിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ നിങ്ങൾക്ക് വ്യക്തമായിട്ട് വിഷ്വലൈസേഷൻ ചെയ്യാവുന്നതാണ്. അതുപോലെ ഒരു മൂവി കാണുന്നത് പോലെ തന്നെ ഓരോ ഇമേജസും 10 സെക്കൻഡെങ്കിലും നിങ്ങളുടെ മൈൻഡിൽ ഹോൾഡ് ചെയ്ത് പിടിച്ചുകൊണ്ട് നിങ്ങൾ കണ്ണടച്ച് ദൃശ്യവൽക്കരിച്ച് ആ ഒരു കാര്യം നിങ്ങളുടെ ലൈഫിലേക്ക് കൊണ്ടുവരിക. ഇത് നിങ്ങൾ നിരന്തരമായിട്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ബ്രെയിനിൽ പുതിയ ന്യൂറൽ പാത്ത് വേ ക്രിയേറ്റ് ചെയ്യുന്നതാണ്. അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു കാര്യത്തിൽ പ്രവർത്തിക്കാൻ കൂടുതൽ ഉന്മേഷം ഉണ്ടാവുന്നതായിട്ട് കാണാൻ സാധിക്കും. നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള ഒരു ഗോള് സെറ്റ് ചെയ്യാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബും ചെയ്യുക. താങ്ക് യു.